അപ്പം നമ്മൾ അമ്പർനാഥ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പർനാഥ് ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും. അടിപൊളിയാണ് അവിടുത്തെ ക്ഷേത്രം. നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വരാം. ഏകദേശം 1000 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു പുരാതന ശിവക്ഷേത്രം മുംബൈ മഹാനഗരത്തിലുണ്ടെന്ന് കേട്ടറിഞ്ഞാണ് ഞങ്ങൾ അമ്പർനാഥ് ശിവക്ഷേത്രത്തിലെത്തിയത്. കേട്ടറിവിനേക്കാൾ വലുതാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് വന്നു കണ്ടാൽ മനസ്സിലാകും. കറുത്ത പാറക്കല്ലിൽ കൊത്തിയെടുത്ത അപ്സരസുകളും ദേവീദേവന്മാരും മൃഗങ്ങളുമെല്ലാം ഈ അമ്പലത്തിൻ്റെ ചുമരുകൾ അലങ്കരിച്ചിട്ടുണ്ട്. പൂജയ്ക്കാവശ്യമായ പൂവും നാളികേരവും ചന്ദനത്തിരിയും ഒക്കെ വിൽക്കാൻ ക്ഷേത്രത്തിന് പുറത്ത് ഒരുപാട് കടകളുണ്ട്. ഞങ്ങൾ പൂജാദ്രവ്യങ്ങൾ അടങ്ങിയ ഒരു കുട്ട വാങ്ങി അമ്പലത്തിലേക്ക് കടന്നു. അവധി ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവാറുള്ള ഒരു അമ്പലമാണ് അമ്പർനാഥ്. അതുകൊണ്ട് തന്നെ ദർശനത്തിനായി അത്യാവശ്യം വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളും ക്യൂവിലേക്ക് നിന്നു. ക്യൂവിൽ നിന്ന് ഞങ്ങൾ ഉള്ളിലെത്തി. അകത്തെ കാഴ്ചകളും അതിമനോഹരം തന്നെ. അമ്പലത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ അകത്തെ കാഴ്ചകളെടുക്കാൻ നിന്നില്ല. ദർശനം കഴിഞ്ഞ് പൂജാദ്രവ്യങ്ങളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. പുറത്തു വരുന്ന കവാടത്തിൽ ചന്ദനക്കുറികൾ തൊട്ടുതരുന്നതിനായി സ്വാമിമാർ ഇരിക്കുന്നുണ്ട്. ഞങ്ങളും ചന്ദനക്കുറി തൊടുവിപ്പിച്ചു. അമ്പർനാഥി എന്നാൽ ആകാശത്തിൻ്റെ നാഥൻ എന്നാണ് അർത്ഥം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ശിവപ്രതിഷ്ഠ പകൽ സൂര്യനെയും രാത്രി ചന്ദ്രനെയും നിയന്ത്രിച്ചുകൊണ്ട് ശ്രീകോവിലിനുള്ളിൽ വസിക്കുന്നു. ഇങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. അതുമാത്രമല്ല, ഇവിടുത്തെ പ്രതിഷ്ഠ സാധാരണയിൽ നിന്ന് വിപരീതമായി മണ്ഡപത്തിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണുള്ളത്. അമ്പലത്തിലേക്ക് കയറാൻ പ്രധാനമായും 3 കവാടങ്ങളാണുള്ളത്. പ്രധാന കവാടത്തിൽ നന്ദിയുടെ രൂപം കല്ലിൽ കൊത്തി നിർമ്മിച്ചിട്ടുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. ദുര്യോധനൻ്റെ ചാരന്മാർ പിന്തുടരുന്നു എന്ന പേടി കൊണ്ടാണ് അവർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ പറ്റാതായി പോയതെന്നും പറയപ്പെടുന്നു. പൗരാണികതയുടെയും കലയുടെയും അടയാളങ്ങൾ ഇവിടുത്തെ ഓരോ ഇഞ്ചിലും നമുക്ക് കാണാൻ കഴിയും. ചാളുക്യ സ്റ്റൈലിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെയും മധ്യപ്രദേശിലെയും ചില അമ്പലങ്ങളുമായി ഇവിടുത്തെ നിർമ്മിതിക്ക് സാമ്യമുണ്ട്. എല്ലാ ശിവക്ഷേത്രങ്ങളെയും പോലെ തന്നെ ശിവരാത്രി സമയത്താണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത്. ആ സമയത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അമ്പർനാഥ് ക്ഷേത്രത്തിൽ എത്തുന്നതിന് വേണ്ടി ആദ്യം മുംബൈയിലെ അമ്പർനാഥ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് വേണ്ടത്. അവിടെ നിന്ന് വെറും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അമ്പർനാഥ് ക്ഷേത്രത്തിൽ എത്താൻ കഴിയും. രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഈ അമ്പലം ദർശനത്തിനായി തുറന്നു വച്ചിരിക്കുന്നത്. ഇവിടുത്തെ കൊത്തുപണികളും ചുമർചിത്രങ്ങളുമെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രൗഢിയിലും ഗാംഭീര്യത്തിലും ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല. ക്ഷേത്രത്തിലെ കാഴ്ചകളും അവിടുത്തെ കൊത്തുപണികളുമൊക്കെ കണ്ടാൽ മതിയാവാത്തതാണെങ്കിലും സമയം പോയതിനാൽ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന പ്രാർത്ഥനയോടെ.